A generation which ignores history has no past and no future. So it's important to learn history. നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്? ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്തെക്കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി തരുന്ന ഒരു സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹിസ്റ്ററി, അല്ലേ? അപ്പോൾ ശരിക്കും എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നമ്മളുടെ പാസ്റ്റിൽ, വാട്ട് ആർ ഓൾ ദ മിസ്റ്റേക്സ് വിച്ച് വി ഹാവ് കമ്മിറ്റഡ് ഇൻ ദ പാസ്റ്റ്, അത് നമുക്ക് കാണിച്ചു തരുന്നത് ആരാണ്? ഹിസ്റ്ററിയാണ്, അല്ലേ? അതുപോലെ തന്നെ വാട്ട് കറക്ഷൻസ് ഷുഡ് ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ, അതും നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. വൈ? ബിക്കോസ് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. നമ്മുടെ ഫിലിം ഡയലോഗ്സ് ഒക്കെ പോലെ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും, അല്ലേ? അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ ഒരിക്കൽ കമ്മിറ്റ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വന്നുപോയ മിസ്റ്റേക്സ് ഭാവിയിൽ നമ്മൾ ഇനിയും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ചരിത്രം പഠിക്കുക തന്നെ വേണം. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ഹിസ്റ്ററി. So, welcome to the history chapter, Rise of Nationalism in Europe. അപ്പോൾ ഈ യൂറോപ്പിലെ നാഷണലിസം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. അത് വെൻ ആൻഡ് ഹൗ, എപ്പോൾ, എങ്ങനെ ഈ നാഷണലിസം യൂറോപ്പിൽ ഉടലെടുത്തു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ഈ ചാപ്റ്ററിൽ കാണുക. അപ്പോൾ അതിനു മുമ്പ് തന്നെ വാട്ട് യു മീൻ ബൈ നാഷണലിസം? എന്താണ് മക്കളെ നാഷണലിസം എന്ന് പറയുന്നത്? നമ്മുടെ ദേശസ്നേഹം, നമ്മൾക്ക് നമ്മളുടെ രാജ്യത്തോട്, നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രത്തോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം, അതിനെയാണ് നമ്മൾ നാഷണലിസം എന്ന് വിളിക്കുക. അതായത് നാഷണലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവർ ഡിവോഷൻ ടു അവർ നേഷൻ, അല്ലെങ്കിൽ പാട്രിയോട്ടിക് ഫീൽ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും എന്താണ് വെൻ വി ലുക്ക് ഇൻ ടു യൂറോപ്പ് ടുഡേ? യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു കുറേ രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടമാണ്, അല്ലേ? പോളണ്ട്, ഇറ്റലി, ഗ്രീസ്, ജർമ്മനി, ഫ്രാൻസ്, അങ്ങനെ കുറേയേറെ രാജ്യങ്ങൾ. പക്ഷേ ഒരു മിഡ് 19th സെഞ്ച്വറിക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 1850s മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. കുറേ ഏറെ കുറച്ച് സാമ്രാജ്യങ്ങളായിരുന്നു, രാജാക്കന്മാർ ഭരിച്ചിരുന്ന, കിങ്സ് റൂൾ ചെയ്തിരുന്ന ആൻഡ് മൊണാർക്കി സിസ്റ്റം, ഏകാധിപത്യം ഉണ്ടായിരുന്ന കുറച്ചേറെ സാമ്രാജ്യങ്ങളുടെ കൂട്ടമായിരുന്നു അന്നത്തെ കാലത്തെ യൂറോപ്പ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഏകാധിപത്യ ഭരണങ്ങളുടെ കീഴിൽ നിന്ന് കുറേയേറെ സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് ഈ യൂറോപ്പിൽ ഇത്രയും ചേഞ്ചസ് വന്നു, അല്ലേ? അപ്പോൾ ഓൾ ദീസ് ചേഞ്ചസ് ആര്, എപ്പോൾ, എന്തിന്, എങ്ങനെ, എന്തുകൊണ്ട് ഈ ഒരു ചേഞ്ചസ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് പഠിക്കണം, ദെൻ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്, ദെൻ അതുപോലെ തന്നെ ഏജ് ഓഫ് റവല്യൂഷൻ ഉണ്ട്, യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, ജർമ്മനി, ബ്രിട്ടൻ, അത് നമ്മൾ പഠിക്കും. ദെൻ വിഷ്വലൈസിങ് ദ നേഷൻ ആണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുക. ദെൻ നമുക്ക് ഈ പറയുന്ന നാഷണലിസം ദെൻ ചേഞ്ച് ടു വേറൊരു ഫീലിംഗ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്, ആ ഒരു നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതെന്ന് പറയുന്നത് ഫ്രെഡറിക് സോറിയോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കലാകാരൻ്റെ, ആർട്ടിസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഒരു ഉട്ടോപ്യൻ വിഷൻ എന്ന് പറയാം. ഉട്ടോപ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള, അത് സംഭവം എല്ലാം കളറായിട്ടുണ്ട്, പക്ഷേ നടക്കുന്ന കാര്യമാണോ? അല്ല. അതുപോലെ, അതായത് നമ്മൾ ഉട്ടോപ്യയിലെ രാജാവ്, ഒരു സിനിമയൊക്കെ ഓർക്കുന്നില്ലേ? അതായത് എല്ലാം അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം, അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് എബൌട്ട് ദ വേൾഡ്. അതായത് കുറേ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളുടെ പല പല കൂട്ടങ്ങളായിട്ട്, കുറേ നേഷൻ സ്റ്റേറ്റുകളായിട്ട് ലോകം മാറുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ആ ഒരു ആർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫ്രെഡറിക് സോറിയോയുടെ അദ്ദേഹത്തിൻ്റെ വിഷൻ എബൌട്ട് ദ വേൾഡ് എന്തായിരുന്നു എന്നാണ്. സോ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫ്രെഡറിക് സോറിയോ എന്ന് പറയുന്ന ഫ്രഞ്ച് ആർട്ടിസ്റ്റ് 1848 അദ്ദേഹം പ്രിപ്പയർ ചെയ്ത ഒരു സീരീസ് ഓഫ് പെയിൻറ്റിങ്സിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഈ വേൾഡ്, ലോകം എന്ന് പറയുന്നത് കുറേ ഡെമോക്രാറ്റിക് സോഷ്യൽ റിപ്പബ്ലിക്സുകളുടെ ഒരു
ഗ്രൂപ്പായിട്ട്. അതായത് സോഷ്യൽ റിപ്പബ്ലിക്സുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു വേൾഡാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ ഇത് ഫസ്റ്റ് പ്രിൻറ്റ് എന്താണ് കാണുക? ഇതിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ജനങ്ങൾ അവർ ഒരു ലോങ് ട്രെയിൻ അവർ മാർച്ച് ചെയ്യാണ്, ഒരു നീണ്ട ജാഥ. അവർ പോകുമ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പാസ് ചെയ്യുമ്പം അവരതിന് ആദരവൊക്കെ കൊടുത്ത് ബഹുമാനിച്ച്, അതായത് ദി ആർ ഓഫറിങ് ഹോമേജ് ടു സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആസ് ദി പാസ് ഇറ്റ്. ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ നമ്മൾ കാണുന്നത് ഒരു കയ്യിൽ ഒരു ടോർച്ച് ഓഫ് എൻലൈറ്റ്മെൻ്റ് ഉണ്ട്, അതായത് പ്രബുദ്ധതയുടെ പ്രകാശം. ദെൻ അതുപോലെ തന്നെ ഒരു കയ്യിൽ കാണുന്നത് ദ ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ചാർട്ടറാണ്. അപ്പോൾ ഇതിൽ ആദ്യമേ നമ്മൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നത് അമേരിക്കയും സ്വിറ്റ്സർലൻഡുമാണ്. അപ്പോൾ ഇത് ഈ വരച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഓൾറെഡി അമേരിക്കയും സ്വിറ്റ്സർലൻഡും നേഷൻ സ്റ്റേറ്റുകളായിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു സ്റ്റേറ്റായിട്ട് ഒരു ഫ്രീഡം അവർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഈ ഒരു പിക്ചറിൻ്റെ ഫോർഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത് എർത്തിൽ ഈ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഷാറ്റേർഡായിട്ട് കിടക്കുന്ന അവശിഷ്ടങ്ങളാണ്. എന്തിൻ്റെ? ഈ അബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, അതായത് ഈ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണത്തിൻ്റെയൊക്കെ ഈ മൊണാർക്കിയുടെയൊക്കെ ഉള്ള റിമെയിൻസ് ആയിട്ട് അവശിഷ്ടങ്ങളായിട്ട് ഈ ക്രൗണൊക്കെ ബ്രേക്ക് ചെയ്ത് കിടക്കുന്നതാണ് കാണുന്നത് അല്ലേ. ദെൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അനുസരിച്ചിട്ട് ലോകത്തിലെ ജനങ്ങളെല്ലാം അവർ ഡിഫറെൻറ്റ് നേഷൻ സ്റ്റേറ്റുകളാണെന്ന് പറഞ്ഞു. അവർ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ പെർട്ടിക്കുലർ ഫ്ലാഗുകളും അവരുടെ നാഷണൽ കോസ്റ്റ്യൂം, അവരുടെ പരമ്പരാഗതമായ വേഷവിധാനങ്ങളും അവരുടെ ഫ്ലാഗും വെച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ നേഷൻസിനെയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉട്ടോപ്യൻ വിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ഇമാജിനറി ആൻഡ് ഐഡിയലിസ്റ്റിക് വിഷൻ, ഒരിക്കലും പോസിബിൾ ആകാൻ ഒരു ചാൻസേ ഇല്ലാത്ത, പക്ഷേ ഒരുപാട് ഐഡിയൽ ആയിട്ടുള്ള, എല്ലാം കൊണ്ടും നല്ലതായിട്ടുള്ള ഒരു വിഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസഷൻ, ഈ ഒരു ജാഥ ശരിക്കും ലീഡ് ചെയ്തിരിക്കുന്ന ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സും സ്വിറ്റ്സർലൻഡുമാണ്. അവരുടെ പുറകെയുള്ളത് ഫ്രാൻസാണ്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഫ്രഞ്ച് ഒരു നേഷൻ ആകുന്നുണ്ട് 1848 ആകുമ്പോഴത്തേക്കും. ദെൻ അദ്ദേഹം ശരിക്കും ഫ്രാൻസിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? അവരുടെ റവല്യൂഷണറി ട്രൈ-കളർ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രാൻസിലെ ജനങ്ങളെ, അല്ലെങ്കിൽ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു നേഷൻ നമുക്ക് കാണാൻ പറ്റുക. ദെൻ അതിനുശേഷം അതിന് പുറകെയുള്ളത് ജർമ്മനിയാണ്. അവരുടെ ബ്ലാക്ക്, റെഡ്, ഗോൾഡൻ, യെല്ലോ ട്രൈ-കളർ ആ ഒരു കളർ ഫ്ലാഗ് വെച്ചിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് ശരിക്കും ജർമ്മനി ഒരു നേഷനായിട്ടൊന്നുമില്ല. പക്ഷേ അവരൊരു യൂണിഫൈഡ് നേഷൻ ആയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഫ്ലാഗും ആ ഒരു പെർട്ടിക്കുലർ നേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രി വൈസ് ഈ ഒരു ഡെപിക്ഷൻ കാണിക്കുന്ന എന്താണ്? ഒരു പ്രതീക്ഷയാണ്. ജർമ്മൻ പീപ്പിൾ ഒരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഇതിനകത്ത് കാണുക. ദെൻ ഇതുപോലെ ഫ്രാൻസും ജർമ്മനിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ ജർമ്മൻ പീപ്പിളിനെ ഫോളോ ചെയ്ത് കാണിക്കുന്നവർ ആരെയൊക്കെയാണ്? ഓസ്ട്രിയ ഉണ്ട്, സിസിലീസ് ഉണ്ട്, ലൊംബാർഡി, പോളണ്ട്, ബ്രിട്ടൻ, അയർലൻഡ്, ഹംഗറി, റഷ്യ ഒക്കെ ഇങ്ങനെ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോപ്പായിട്ടാണ് കാണിക്കുക. ഇവരൊക്കെ വഴിയെ ഫ്രാൻസ് ഒരു രാഷ്ട്രമായതിന് പുറകെ ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ആ റെവല്യൂഷണറീസിൻ്റെ ഓരോ വിഷൻ കാരണം എഗെയിൻ ഇവരും ഈ ഒരു ഫ്രീഡത്തിലേക്ക് വരും, ഡിഫറെൻറ്റ് നേഷൻ സ്റ്റേറ്റുകളാകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് ഇതിനകത്ത് കാണിക്കുക. ദെൻ ഇതിനകത്ത് നമ്മൾ പിന്നെ കാണുന്നത് ശരിക്കും സ്വർഗം, ഹെവൻസ് എബോവ് എന്താ നമ്മൾ കാണിക്കുന്നത്? അവിടെ ക്രൈസ്റ്റും യേശുക്രിസ്തുവും വിശുദ്ധരും മാലാഖമാരും ശരിക്കും അവർ മുകളിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ഡെപിക്ഷൻ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പിക്ചറിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഫ്രെറ്റേണിറ്റി എമംഗ് ദ നേഷൻസ് ഓഫ് ദ വേൾഡാണ്. അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക? ബ്രദർഹുഡ്, സാഹോദര്യം, ലോകത്തിലുള്ള സർവ്വ നേഷൻസ് തമ്മിലുമുള്ള ഒരു ബ്രദർഹുഡിനെയാണ് ഈ ജീസസ് ക്രൈസ്റ്റ്, സെയിൻസ് ആൻഡ് ഏഞ്ചൽസ് ഡിനോട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുക. അപ്പോൾ ശരിക്കും ഈ ഒരു 19th സെഞ്ച്വറിയുടെ ഒരു പകുതിയിലൊക്കെ ആ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഫീലിംഗ് ഇങ്ങനെ വല്ലാണ്ട് ഉയർന്നു വരികയാണ്. അപ്പോൾ ശരിക്കും യൂറോപ്പിൻ്റെ മെൻ്റൽ ആൻഡ് പൊളിറ്റിക്കൽ വേൾഡിൽ അവരുടെ മാനസികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള മൊത്തത്തിലുള്ളൊരു ചേഞ്ചാണ് ഈ നാഷണലിസം
വഴി ഉണ്ടാവുക. ശരിക്കും ഈ പറയുന്ന അന്നും പല രാജ്യങ്ങൾ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഓരോ കിങ്ങിൻ്റെ കീഴിലാണ്. പക്ഷെ ശരിക്കും ജനങ്ങളുടെ രാഷ്ട്രം, അതായത് ആ ഒരു സിറ്റിസൺസിനും ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാഷ്ട്രം എന്നുള്ള ആ ഒരു നേഷൻ സ്റ്റേറ്റിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ ശരിക്കും ആ ഒരു സ്ട്രോങ് ആവുന്നത് ഈ പറയുന്ന ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം വന്ന ഈ നാഷണലിസത്തിൽ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെക്ചർ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന്. അപ്പോൾ ശരിക്കും കുറച്ചേറെ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ സയൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദ വേ ഓഫ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് സ്യൂട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്യണം. ആൻഡ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാൻ വേണം. അപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ നടക്കുകയാണ്. ആദ്യത്തെ ഒരു ഇപ്പോൾ ഫസ്റ്റ് മോഡൽ എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും ആവരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ലെസൺ ആയിട്ട് എടുത്തുകൊണ്ട്, അപ്പോൾ ഈ ഒരു എക്സാമിന് എന്തൊക്കെ പ്രശ്നങ്ങൾ, ടൈം ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ പോലും നമുക്ക് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെ മിസ്റ്റേക്സ് നമുക്ക് ഇവിടെ കമ്മിറ്റ് ചെയ്ത് പോയെങ്കിലും ഇത് കറക്റ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ മക്കളെ, അങ്ങനെ വെച്ചിട്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്താൽ മതി. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനില്ല, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സമയം നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ബൈ.